MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ. ഈ മാസം 7-നാണ് പരീക്ഷ. അന്ന് എഴുതാൻ കഴിയാത്തവർക്ക് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതി വീണ്ടും എഴുതാനുള്ള അവസരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്താതെ കുട്ടികൾക്ക് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതരമായ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെയൊക്കെ. പിന്നെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുമുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പരീക്ഷ നടത്താൻ തന്നെയാണ് തീരുമാനം. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ പരീക്ഷ നടത്തും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതിയും വീണ്ടും നടത്തും. അപ്പോൾ കുട്ടികൾ 7-ാം തീയതിത്തെ പരീക്ഷ നടത്തിയാൽ ഈ 700ഓളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് 3 ദിവസത്തിനകം, 70ഓളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് 3 ദിവസം, അങ്ങനെ 1000 കുട്ടികളാണ് MBA പാസ്സായത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1000 പേരുടെ റിസൾട്ടും വിത്തിൻ 3-4 ഡേയ്സ് പ്രസിദ്ധീകരിക്കും. ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അത് ക്യാമ്പായിട്ട് തന്നെ ഇവിടെ നടത്തും, യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അപ്പോൾ പരീക്ഷ 7-ാം തീയതിയാണ്. 7-ാം തീയതി വൈകുന്നേരം ആൻസർ ഷീറ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കും. രാവിലെ നടന്ന പരീക്ഷയുടെ എല്ലാ ക്യാമ്പുകളിൽ നിന്നും ഇവിടെ എത്തിക്കും. അതുപോലെ തന്നെ ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിന് അവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. 7-ാം തീയതി ആൻസർ ഷീറ്റ് ഇവിടെ എത്തും. 8, 9, 10 പരമാവധി 11-ന് ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. എല്ലാവരുടെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും. വരാത്ത ആളുകളുണ്ടാവും, വിദേശത്തുണ്ടെന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും, അവരൊക്കെ പോയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി 22-ാം തീയതി വീണ്ടും പരീക്ഷ നടത്തും. 7-ാം തീയതി എഴുതിയാലും 22-ാം തീയതി എഴുതിയാലും അവർ ഒറിജിനൽ പരീക്ഷയുടെ ഡേറ്റിൽ ആയിരിക്കും പരീക്ഷ എഴുതിയതായിട്ട് കണക്കാക്കുക. അവരുടെ റിസൾട്ടും അങ്ങനെ തന്നെയായിരിക്കും വരിക. അപ്പോൾ ആ കാര്യത്തിൽ കുട്ടികളുടെ പ്രശ്നം പരമാവധി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്ത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ദിസ് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു. ചില കോർണറുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുൻ പരീക്ഷകളുടെ ആവറേജ് കൊടുത്തുകൂടെയെന്ന്. മുൻ പരീക്ഷകളിൽ തോറ്റ കുട്ടികളുണ്ടാവും. അപ്പോൾ ആവറേജ് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. അപ്പോൾ ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഫോർ ദ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് 7-ാം തീയതി എഴുതാം, അല്ലെങ്കിൽ 22-ാം തീയതി അവർക്ക് എഴുതാം. ആൻഡ് റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യും.